ഞാൻ അന്നും ഇന്നും എന്താ പറയാ, എനിക്ക് 5 മക്കളുണ്ടെന്ന് പറയുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞതുപോലെ. ഇപ്പം മമത എന്ന് പറയുന്നത് എനിക്കൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓൾവേസ് ഷീ ഈസ് മൈ യൂണിവേഴ്സിറ്റി. ഞങ്ങൾക്കിടയിൽ യാതൊരുവിധ ഗോസിപ്പുകൾ വർത്തമാനങ്ങളില്ല. ഒരു ഗോസിപ്പുകളും വർത്തമാനം പറയില്ല. അപ്പം എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ D4 ഡാൻസ് എന്ന് പറഞ്ഞ ഡാൻസ് റിയാലിറ്റി ഷോ ചെയ്യുന്ന സമയത്ത് മമത മോഹൻദാസും പ്രിയാമണിയാണ് ഒരുമിച്ച് ജഡ്ജായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ജഡ്ജായിട്ടിരിക്കുന്ന മേക്കപ്പ് റൂമിൽ ഇവർ രണ്ടുപേരെ ഞാനാണ് മേക്കപ്പ് ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹെയർ സ്റ്റൈലിസ്റ്റും ഞങ്ങൾ എപ്പോഴും പറയും, ഈ സ്ഥാനത്ത് മറ്റ് 2 നടിമാരായിരുന്നെങ്കിൽ ഈ റിയാലിറ്റി ഷോ കഴിയുമ്പോൾ വേറൊരു റിയാലിറ്റി ഷോ ഇവിടെ നടന്നേനെയായിരുന്നു. സീരിയസ്ലി. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ 4 തല ചേരും 4 ഡാഷ് ചേരില്ല എന്ന് പറയുന്നത് പോലെ ഉള്ളതാണ് നമ്മുടെ ലോകം. മനസ്സിലായോ? അവിടെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് പ്രിയാമണിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് മമത മോഹൻദാസ്, മമത മോഹൻദാസിന് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നത് പ്രിയാമണി. അപ്പോൾ പ്രിയ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ കൊള്ളാവോ, ഒരു പൊട്ട് വെച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ കൊള്ളാം എന്ന് സജഷൻ പറയുന്നത് മമത മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ പ്രിയാമണി സജഷൻസ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ട് കഴിഞ്ഞ് ഒരുമിച്ച് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോകും. എൻ്റെ വീട്ടിൽ വരും. ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞു ബോണ്ടിങ് ഭയങ്കരമാണ്. പ്രസന്ന മാസ്റ്റർ, നീരജ്, അപ്പോൾ ഈ 4 പേരും കൂടി വൈകുന്നേരത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് ഭയങ്കര സന്തോഷമായിട്ട് പോകും. അപ്പോൾ ആ ഒരു സൗഹൃദങ്ങളൊന്നും എനിക്ക് വേറെ എടുത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. സീരിയസ്ലി. ഞാൻ പലയിടങ്ങളിലും മേക്കപ്പ് ചെയ്യാൻ പോകുമ്പോൾ ആ മേക്കപ്പ് ചെയ്യുന്ന റൂമിൽ നിന്ന് അപ്പുറത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മറ്റുള്ള നടിമാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ സൗഹൃദം എന്ന് പറയുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പം പ്രിയാമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ എനിക്ക് റൂം എടുക്കാൻ പറ്റിയില്ല, റൂം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എനിക്ക് പ്രിയ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം. അത്രയും ഒരു ക്ലോസ് ആണ്. എനിക്ക് തോന്നുന്നു പ്രിയ ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ അധികം ആൾക്കാരൊന്നും പോയിട്ടില്ല, മേക്കപ്പ് ടീമുകളൊന്നും അങ്ങനെ പോയിട്ടില്ല. എനിക്കിപ്പോൾ ചെന്നാൽ ആ വീട്ടിൽ ഒരു റൂം കിടക്കാൻ തരും, ഭക്ഷണം തരും. എനിക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡ്രൈവറെ കൂട്ടി വണ്ടി തരും. അത്രയും എനിക്ക് എനി ടൈം, ഇപ്പം എന്താ പറയുക, ജവാന്റെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ചേച്ചിനെ വിളിച്ചാൽ ചേച്ചി വിതിൻ സെക്കൻഡിൽ റിപ്ലൈ തരും. അപ്പം അത്രയും ഒരു സൗഹൃദമാണ്. ഏത് ജനങ്ങൾക്കിടയിൽ നിന്നും നമ്മൾ അവിടെ ഉണ്ടെന്ന് കണ്ടാലും ഓടി നമ്മളടുത്തേക്ക് വരും. ഇപ്പം മമതയാണെന്നുണ്ടെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കാലഘട്ടത്തിൽ എന്നോടൊപ്പം ആരുണ്ടാകും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന സമയത്ത് ഇവരാരും ഇല്ലായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് എനിക്കൊരു കച്ചിത്തുരുമ്പിട്ട് തന്ന ഒരാളാണ് മമത മോഹൻദാസ്. മനസ്സിലായോ? അപ്പം മമതയുടെ കൂടെ മേക്കപ്പിന് പോയത് കൊണ്ട് എനിക്ക് ഒരുപാട് വർക്കുകൾ നഷ്ടപ്പെട്ടു. ഒരുപാട് വർക്കുകൾ എനിക്ക് നഷ്ടപ്പെട്ടു. അവള് മമതയുടെ ആളാണ്, മമത മറ്റേ ആളിന്റെ ആളാണ്. അപ്പൊ അങ്ങനെ കണക്ഷൻസുകൾ പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്സ് നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ മറ്റൊരു നടിയുടെ കൂടെ പോകുമ്പം അത് അവളുടെ ആളാണ് എന്നുള്ള രീതിയിൽ പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വഴികയാണ് ഇതിലൂടെ കിട്ടുന്നതെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ആ പൊളിറ്റിക്സ് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ. പക്ഷെ ആരും അത് ചിന്തിക്കുന്നില്ല. പിന്നെ സൗഹൃദങ്ങൾ, എല്ലാവരുമായിട്ട് നല്ല സൗഹൃദങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവരുമായിട്ട്, ഇപ്പം ചെറിയ ആർട്ടിസ്റ്റ് എന്നോ വലിയ ആർട്ടിസ്റ്റ് എന്നോ ഒന്നുമല്ല, എല്ലാവരുമായിട്ട് നല്ല ബന്ധം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.